തോംസന് രാജസ്ഥാൻ റോയൽസിൻ്റെ നെടുന്തൂണായിരിക്കുന്ന സമയത്താണ് CSKയിലേക്ക് ഒരു മാറ്റം സംഭവിച്ചത്. ശരിക്കും അത് സഞ്ജു വിചാരിച്ച് നടത്തിയ ഒരു മാറ്റമാണോ? സഞ്ജു അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? രാജസ്ഥാൻ റോയൽസ് എൻ്റെ മകൻ എല്ലാം കൊടുത്തു. കിരീടം വച്ചു കൊടുത്തില്ല എന്നേ ഉള്ളൂ. പക്ഷെ അവൻ്റെ തലയിൽ കിരീടം ഉണ്ടായിരുന്നു. ഞാൻ കാണുന്ന രാജസ്ഥാൻ റോയൽസിൻ്റെ സഞ്ജുവിന് ഞാൻ ഏതെങ്കിലും ഒരു മാച്ച് കാണാൻ പോകും. ഒരു 1-2 മാച്ച് IPL എല്ലാ മാച്ചും ഞാൻ പോകില്ല. ആ കാണാൻ പോകുമ്പോൾ അവന് കിട്ടുന്ന ആ പരിഗണന ഞാൻ ദൂരെ ഒന്ന് വീക്ഷിക്കും. എന്ന് എൻ്റെ മക്കളുടെ നന്മകൾ ഞാൻ ദൂരെ ഒന്ന് വീക്ഷിക്കുന്നവർ ദൂരെ ഒന്ന് വീക്ഷിക്കേണ്ട മകൻ അവരെന്താ ചെയ്യണം, എന്താ കൊടുക്കണം. അവർ കൊടുത്ത അംഗീകാരങ്ങൾ രാജാവ് പോലെ അവനെ അവിടെ വച്ചിരുന്നു. ശരി, ഇത്രയും വർഷമായി രാജസ്ഥാൻ കളിക്കുന്നു. സഞ്ജുവിൻ്റെ കൂടെ കളിച്ച് വളർന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ എന്താ പറയുന്നത്, ഇല്ലല്ല നമ്മുടെ ജയ്സ്വാൾ ഒന്ന്, മറ്റത് റിയാൻ പരാഗ്. ഇവൻ 4-5 വർഷമായി ക്യാപ്റ്റൻസി ചെയ്തു. അവർക്ക് ക്യാപ്റ്റൻസി കിട്ടണമെന്നൊരു മോഹം ഉദിച്ചു എന്ന് നമ്മൾ ഫീൽ ചെയ്തു. 1-2 പ്രാവശ്യം ചെയ്യുകയും ചെയ്തു. അപ്പോൾ സഞ്ജു അവിടെ അവർക്കൊരു വിലങ്ങ് തടിയെന്ന് സഞ്ജുവിൻ്റെ അച്ഛനും ഫീൽ ചെയ്തു. സംസാരിച്ചു, അച്ഛാ നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. ഇവൻ ഒരു കാര്യം പറഞ്ഞാൽ എന്തുകൊണ്ട് നീ വൈൻഡപ്പ് ചെയ്യണമെന്ന് ഞാൻ ചോദിക്കില്ല. കാരണം അവൻ പറയുന്നതിനകത്ത് കാര്യമുള്ളതുകൊണ്ട് ഞാനത് എന്തുകൊണ്ട് നോ. ഇപ്പോൾ എൻ്റെ മകൻ 2013 IPL കളിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ നിറയെ പരസ്യക്കാരാണ്. ആ പരസ്യം ഈ പരസ്യക്കാരും കുറേ പരസ്യക്കാരും വന്നുണ്ട്. ഞാൻ സഞ്ജുവിൻ്റെ മക്കളുടെ ഇതുകൊണ്ട് പരസ്യക്കാരൻ പറഞ്ഞു. എന്നെ അപ്പുറത്ത് വിളിച്ചു, അച്ഛാ ഞാൻ പരസ്യം ചെയ്യില്ല. ഇങ്ങനെ പറഞ്ഞു, അച്ഛാ ഞാൻ പരസ്യം ചെയ്യില്ല. ഒരു പരസ്യക്കാർ എത്രയോ പേര് പരസ്യത്തിന് നിൽക്കുന്നത്, എന്തൊക്കെയോ അതിലൂടെ വരും. എന്നെ വിളിച്ച് എൻ്റെ മോൻ ഒറ്റ വാക്ക് പറഞ്ഞു, അച്ഛാ ഞാൻ പരസ്യം ചെയ്യില്ല. ശരി, അങ്ങനെയോ? ശരി മതി. രണ്ടാമത് ഞാൻ അവനോട് ചോദിച്ചില്ല. എനിക്ക് മനസ്സിലായി എന്താണ് ഒരു ആകാത്ത ഒരു സാധനത്തെ എടുത്ത് വച്ചിട്ട് ഇതിങ്ങനെ ചെയ്യും, ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ചന്ദ്രനിൽ പോകും, ഇത് തിന്നാൻ നിങ്ങൾ അവിടെ പോകും എന്നൊക്കെ ജനങ്ങളെ എന്താ പറയുന്നത്, അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഞാൻ എൻ്റെ മക്കൾക്ക് ബോട്ടിലിൽ പെപ്സിയോ ബോട്ടിൽ ഡ്രിങ്കോ വാങ്ങിച്ചു കൊടുക്കില്ല. ആ ഒരു ഡ്രിങ്ക് എടുത്ത് വെച്ചിട്ട് എൻ്റെ മകൻ ലോകത്തെ പറയുകയാണ്, ഈ ഡ്രിങ്ക് കുടിച്ചാൽ നിങ്ങളെങ്ങനെയാണ്. ഇതെൻ്റെ മകൻ ഉൾക്കൊണ്ടു. അവൻ ഒറ്റ വാക്കിൽ പറഞ്ഞു, അച്ഛാ ഞാൻ പരസ്യം ചെയ്യും. ഞാൻ മക്കൾ അങ്ങനെയാടാ, ഞാൻ അവരെയൊക്കെ പറഞ്ഞിട്ട് ഇതേപോലെ ഒരു വാക്ക്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ രാജസ്ഥാൻ റോയൽസ് നമ്മൾ ഇത്രയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അങ്ങനെ നന്നായിരുന്നു, ഒരു കുഴപ്പമില്ല, നമുക്കിനി CSK എന്നോ അങ്ങനെ ഒരു സംസാരമില്ല. അന്നങ്ങനെ ഇല്ല. അന്ന് മുംബൈ, നമ്മുടെ കൊൽക്കത്ത, ചെന്നൈ, ഇങ്ങനെ 2-3 ടീമുകൾ സഞ്ജുവിന് പിന്നെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫീലിങ്സ് നമുക്ക് ഉണ്ടായി. ചെറിയ അറിവുകൾ കിട്ടി. ചെന്നൈ എന്നൊരു പേര് അവിടെ ഇല്ലായിരുന്നു അന്ന്. ചെന്നൈ മാത്രമായിട്ടില്ല, ഇല്ല, അങ്ങനെ പേരില്ല. അന്ന് സഞ്ജു ഞാനും സംസാരിക്കുന്നതിനകത്ത് അങ്ങനെയില്ല. എൻ്റെ പിള്ള പറഞ്ഞ്, അച്ഛാ ഇങ്ങനെയാണ്. അപ്പം ഞാൻ ഉടനെ മനസ്സിലാക്കി, ഓഹോ അവിടെ ജയ്സ്വാളിന് ക്യാപ്റ്റൻസി വേണ്ടി ഓൾറെഡി അവൻ രഹാന, ഇത്ര സീനിയർ രഹാന ഉള്ള ടീമിനകത്ത് അവിടെ ക്യാപ്റ്റൻസി വേണമെന്ന് ആ കൊച്ച് അവിടെ ക്ഷണിക്കുന്നത് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നു. ആ കൊച്ച് അവിടെ ഉണ്ട്, റിയാനുണ്ട്. നാളെ എൻ്റെ മകനെ മാറുക എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒരു വാക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കാം എന്ന് എൻ്റെ പിള്ളേക്ക് തോന്നി കാണും. മനഃപൂർവ്വമായ തീരുമാനമായിരുന്നു സഞ്ജുവിൻ്റെ. കറക്റ്റ് ഇതാണ്. അച്ഛാ നമുക്ക് എനിക്ക് അവരുമായിട്ടൊരു മീറ്റിംഗ് സെറ്റ് ചെയ്ത് തന്നു. ഞാൻ അവരുമായിട്ട് സംസാരിച്ചു, ജുബിൻ സാറുമായിട്ട് സംസാരിച്ചു, എല്ലാവരും സംസാരിച്ചു. അപ്പോൾ അവർക്ക് അവനെ വിടാൻ താല്പര്യമില്ല. പക്ഷെ അവനവിടെ എന്താണ് അച്ഛാ ഇങ്ങനെയൊക്കെയാണ്, ജയ്സ്വാൾ ഉണ്ട്, അവരുണ്ട്, അവരൊക്കെ കളിച്ച് വരണ്ടേ, അവർക്ക് ഇങ്ങനൊരു സാധനം. ആസാമിന് വേണ്ടി ക്യാപ്റ്റൻസി ചെയ്യുന്ന കൊച്ചാണ് ആര്, നമ്മുടെ റിയാൻ. പിന്നെ ജയ്സ്വാൾ മഹാരാഷ്ട്ര ക്രിക്കറ്റിൻ്റെ ക്യാപ്റ്റൻസി കിട്ടണമെന്ന് തർക്കിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കൊച്ചാണ്, നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവർ രണ്ടുപേരും ശരി, ആരെങ്കിലും ഒരാൾ ക്യാപ്റ്റൻ ആയിക്കോട്ടെ, നമുക്ക് മാറിക്കൊടുക്കാം.
അങ്ങനെ അവൻ മാറി, അങ്ങനെ മാറിയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.